ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. എന്തായാലും വലിയൊരു പ്രഖ്യാപനമാണ്. ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിരവധി ആവശ്യങ്ങളാണ് CJP പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരുന്നത്. അതിലിനി 3 ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഇനിയും ഈ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് CJP പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കൊപ്പം വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും നമ്മൾ ഇത്രയും നാളും കണ്ട ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രക്ഷോഭം, ജെൻസി തലമുറ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു, പ്രക്ഷോഭമുണ്ടാക്കി. ഇതിൽ ഇപ്പോൾ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വരെ എത്തിയിരിക്കുന്നു. അതായത് പുതിയ തലമുറ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാൽ ഒരു ഭരണത്തെ തന്നെ മാറ്റാൻ സാധിക്കുമെന്ന് തെളിയിച്ചൊരു തലമുറ, ശബ്ദമുയർത്തി തന്നെ പ്രതികരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇനി ഈ 3 ആവശ്യങ്ങൾ കൂടി ഇവരുടെ അംഗീകരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അരുണിമ, സുപ്രീം കോടതി പരാമർശത്തിൽ നിന്ന് ആരംഭിച്ച രാജ്യവ്യാപക വിദ്യാർത്ഥി പ്രതിഷേധം അല്ലെങ്കിൽ യുവജന രോഷം ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്നൊരു സാഹചര്യത്തിൽ വരെ എത്തിയിരിക്കുന്നു. 2026 മെയ് 15 ഇത്തരത്തിൽ സുപ്രീം കോടതി ജഡ്ജി തൊഴിലില്ലാത്ത ഈ യുവാക്കളെ പാറ്റകളുമായി ഉപമിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു 2026 മെയ് 16 അഭിജിക്ക് ഒരു എക്സ് അക്കൗണ്ട്, ഇത് പ്രതിഷേധിച്ച് ഒരു എക്സ് അക്കൗണ്ട് തുടങ്ങുന്നത്. ഈ എക്സ് അക്കൗണ്ട് പെട്ടെന്ന് തന്നെ CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ എക്സ് അക്കൗണ്ട് പെട്ടെന്ന് തന്നെ യുവാക്കൾക്കിടയിൽ വലിയ ഇതിലുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ 40,000-ലധികം അക്കൗണ്ട് ഫോളോവേഴ്സാണ് ഈ അക്കൗണ്ടിൽ ലഭിച്ചത്. തുടർന്നായിരുന്നു മെയ് 17 2026 മെയ് 17 ഈ അക്കൗണ്ടിന് വലിയ ഇതിലുള്ള രാഷ്ട്രീയ പിന്തുണ കിട്ടിയത്. തൃണമൂൽ കോൺഗ്രസ് MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ത അടക്കമുള്ള MP-മാർ ഈ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ CJPയിൽ ചേരാൻ പ്രകടിച്ചു അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടു. തുടർന്നാണ് 2026 മെയ് 18 ആദ്യ പ്രതിഷേധം എന്നോളം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ വിവാദമായിരുന്നു തങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യ സാമൂഹിക വിഷയം എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിൽ തന്നെ 2026 മെയ് 18 ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ ഗാനം കോക്രോച്ച് ജനതാ പാർട്ടി പുറത്തിറക്കുന്നു. ഈ ഗാനത്തോടു കൂടി തങ്ങൾക്കുള്ള ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 70,000-ലധികം കടന്ന് രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ പിന്നീട് അങ്ങോട്ട് CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കേവലം 28 മണിക്കൂറിൽ 30 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആയിരുന്നു നേടിയത്. അങ്ങനെയായിരുന്നു ഡിജിറ്റൽ പ്രതിഷേധം, അത് തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഡിജിറ്റൽ പ്രതിഷേധം പിന്നീട് അതൊരു ഫിസിക്കൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. തങ്ങളുടെ ആദ്യ പ്രതിഷേധം എന്നോളം നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടാണെന്ന് CJP പ്രഖ്യാപിക്കുന്നു. ഇതിനിടെ തങ്ങൾക്ക് CJPയുടെ ഒരു ഔദ്യോഗിക വക്താക്കളെ വാർത്താ സമ്മേളനത്തിലൂടെ CJP പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെയും BJPയുടെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ എണ്ണം അത് കോക്രോച്ച് ജനതാ പാർട്ടി മറികടക്കുന്നു. 2026 മെയ് 21 ഇൻസ്റ്റഗ്രാമിൽ 1.4 കോടി ഫോളോവേഴ്സും നേടുന്നു. പിന്നീട് അത് 2 കോടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ജൂൺ 2026 ജൂൺ 26 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പകരം സ്ഥാപികരും മറ്റു രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ ഊന്നി ഒരു 5 അജണ്ട CJP പ്രഖ്യാപിക്കുന്നത്. ജൂൺ 2 സാമൂഹിക പ്രവർത്തകനായ സോനം വാങ്ചുക് പ്രസ്ഥാനത്തിൽ ചേരുന്നു. ജൂൺ 3 ഇത്തരത്തിൽ CJPയുടെ ഔദ്യോഗിക വക്താക്കളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജൂൺ 6 തങ്ങളുടെ ആദ്യ ഫിസിക്കൽ പ്രതിഷേധം, അത് ഡിജിറ്റൽ പ്രതിഷേധത്തിൽ നിന്ന് മാറി ഡിജിറ്റൽ പ്രതിഷേധത്തിലേക്ക് കടന്നത് ജൂൺ 6 അന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ സമരം അല്ലെങ്കിൽ തങ്ങളുടെ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ജൂൺ 10 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അനിശ്ചിതകാലം സമരം ആരംഭിക്കുന്നു. തുടർന്നാണ് സാമൂഹിക
പ്രവർത്തകനായിട്ടുള്ള സോനം വാങ്ചുക് നിരാഹാര സമരം തുടങ്ങുന്നത്. 2026 ജൂൺ 10ഓടെയായിരുന്നു ഈ അംഗീകാരത്തിന്, അല്ലെങ്കിൽ ക്ഷമിക്കണം 20ഓടെയായിരുന്നു ജന്തർ മന്ദിറിൽ CJP അനിശ്ചിതകാലം ധർണ ആരംഭിച്ചത്. 2026 ജൂൺ 28-ന് സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിക്കുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് 2026 ജൂലൈ 19-ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ഈ പ്രതിഷേധം കനക്കുന്നതോടെ 2026 ജൂൺ 20-ന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, ലാത്തി ചാർജ് അടക്കം പ്രയോഗിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റുന്നു. ആ രാത്രിയോടെയായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖരും സിനിമ സാമൂഹിക പ്രവർത്തകരെല്ലാം ഈ CJP പ്രതിഷേധം അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് കൂടി വ്യക്തമാക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ അടക്കം ഈ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരെല്ലാം CJPക്ക് വലിയ ഇതിലുള്ള പിന്തുണ നൽകുന്നു. ജൂലൈ 24-നായിരുന്നു പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു കർശന നിർദ്ദേശം നൽകുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ആദ്യമായി ഒരു വീഡിയോ പങ്കുവെക്കുന്നു. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. എന്നാൽ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലേക്ക് CJP കടക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ പ്രതിഷേധം കനക്കുമെന്നായിരുന്നു ഇന്ന് രാവിലെ കൂടിയുള്ള CJPയുടെ പ്രഖ്യാപനം. നാളെ വൈകിട്ടോടെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും CJP പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ 2026 ജൂലൈ 5-ന് ഉച്ചയോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഇത്തരത്തിൽ രാജി സമർപ്പിക്കുന്നത്. പ്രധാൻ രാജിവെക്കില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട്. എന്നാൽ പ്രധാൻ രാജിവെക്കാത്ത സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി ഇന്ന് ഉച്ചയോടെ ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ പാർട്ടികൾക്ക് മുന്നിൽ മുട്ടുകുത്തിയത് എന്നതാണ് രാഷ്ട്രീയ വിശകലനം വ്യക്തമാക്കുന്നത്. ഇനിയുള്ളത് ഈ CJP നേതാക്കൾ പറയുന്ന 3 ആവശ്യങ്ങളാണ്. ജൂലൈ 20-നുണ്ടായ ഈ സമരത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൊണ്ട് ഈ പോലീസുകാർക്കെതിരെ, ഈ വിദ്യാർത്ഥികളെ ചതച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഇനിയൊരു എടുത്ത കേസുകളെല്ലാം പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് CJP നേതാക്കൾ ഇനി പറയുന്നത്. എന്തായാലും സർക്കാരിൻ്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇനി അടുത്ത ഘട്ടം ചർച്ചയെന്നോളം CJP വക്താക്കൾ കേന്ദ്രമന്ത്രിമാരെ കാണാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി നിലവിൽ ലഭിക്കുന്ന വിവരം. വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, പോലീസിനെതിരെ നടപടി സ്വീകരിക്കുക, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് CJP ഇനി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും യുവജനരോക്ഷത്തിൽ രാജ്യത്ത് ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കുന്നതും എന്നതും ഈ CJP പ്രതിഷേധത്തെ എടുത്തു കാണേണ്ടതാണ്. ആദ്യ പ്രതികരണമെന്നോളം ഈ രാജ്യം ആരുടെയും അല്ലെങ്കിൽ രാജ്യം ആരുടെയും കുത്തകയല്ല എന്നതായിരുന്നു CJPയുടെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത്. ഇനി അറിയേണ്ടത് ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഈ വിദ്യാഭ്യാസ വകുപ്പ് ആര് കൈകാര്യം ചെയ്യും എന്നതാണ്. അതിൽ തന്നെ അല്ലെങ്കിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ നടപ്പാക്കുന്ന ബന്ധപ്പെട്ടുള്ള പാർലമെന്റിൽ അതിനുള്ള ബില്ല് തിങ്കളാഴ്ചയോടെയായിരിക്കും അംഗീകാരം നൽകുക എന്നതാണ്. എന്തായാലും ആദ്യമായി ഒരു യുവജനരോക്ഷത്തിൽ രാജ്യത്ത് ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഉച്ചയോടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. അരുണിമ. അതെ, അത് തന്നെയാണ്. എന്തായാലും 3ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങി ഇത്തരത്തിൽ ഒരു രാജി നടന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെ രാജിവെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഇനി ഇവരുടെ ആവശ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇത്തരത്തിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഈ ഒരു CJP പ്രവർത്തകരെ പോലീസുകാർ ധാരാളം ലാത്തിചാർജും ഒക്കെ പ്രയോഗിക്കുന്നൊരു സന്ദർഭമുണ്ടായിരുന്നു. ഇനി അതിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും